बंगड़ा वो आज नचले नचले छड़ना जावे डोला छड़ना जावे डोला छड़ना जावे डोला डोला छड़ना जावे डोला छड़ना जावे डोला छड़ना जावे डोला डोला. തീർച്ച സൂപ്പർ. താങ്ക് യു. ഭയങ്കര ഒരു എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. വേറൊരു തീർത്ഥനെ നമ്മൾ കണ്ടു. സൗണ്ട് ഒക്കെ ആണെങ്കിലും വേറെ രീതിയിൽ. ചോദിക്കാം നമുക്ക് ഹരിച്ചേട്ടാ. തീർത്ത കൊള്ളായിരുന്നു മോളെ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. മൊത്തത്തിലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ആ ഡാൻസേഴ്സും ഞാനിങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്, പുതിയ ആളായതുകൊണ്ട് അതെ കുറെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ ട്രീറ്റ്, അതാണ് പറയേണ്ടത്. കോറസ് ആണെങ്കിലും ഒരു രസമായിരുന്നു, എല്ലാം ഓർക്കസ്ട്ര ആണെങ്കിലും. പക്ഷേ എനിക്ക് തോന്നിയത് മോളെ ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് വോയിസിന് ചേരുന്ന ഒരു കൈൻഡ് ഓഫ് സോങ് ആണ്. ഒരു കുറച്ച് ത്രോ ഉള്ള ഒരു ബേസ് വോയിസ് അങ്ങനത്തെയൊക്കെയുള്ള മോളുടെ വോയിസിന് ഇത് എത്രത്തോളം സ്യൂട്ട് ആവുന്നു എന്നുള്ളതാണ് വാട്ട് ഐ ഫെൽറ്റ്. കാരണം തുടക്കം തൊട്ടേ എനിക്ക് ആദ്യത്തെ ഹമ്മിങ് കേട്ട ഭയങ്കര രസമായിട്ട് വെച്ചാൽ മോള് ഗ്രൂമിങ്ങിൻ്റെ സമയത്ത്, ഇതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഐ വാസ് ലൈക്ക് അത് കൊള്ളാമല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് മൊത്തം ലോ ആണിത്. തീർത്ഥയുടെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, തീർത്ഥ പാടുന്ന ഒരു സ്കെയിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ പാട്ട് മോള് പ്രസൻറ്റ് ചെയ്തതെല്ലാം പിച്ചിങ് ഒക്കെ കുറവായിരുന്നു. എന്ത് സ്കെയിൽ മൊത്തത്തിൽ മാറ്റി അല്ലേ? മാറ്റി. ഒറിജിനൽ സ്കെയിൽ എത്രയാണ്? എ. ഇതതുപോലെ മെയിൽ സോങ് ആണോ? മെയിൽ സോങ് ശങ്കർജി പാടിയ സോങ് ആണ്. ഓക്കെ, എ ആണ്. മോളത് ഏത് സ്കെയിലേക്ക് ആക്കി? സിയിലേക്ക്. ഓക്കെ, സിയിലേക്ക് ആക്കി. ഡിക്ക് ജസ്റ്റ് ഒന്ന് ഡിയോ ഇയോ ഇക്കൊന്ന് പാടി നോക്കിക്കേ. ഇതിൽ ഏറ്റവും ഹൈ വരുന്നത് എവിടെയാ? പഞ്ചാബി അത് അവിടെയൊക്കെയല്ലേ ഉള്ളൂ. അത്ര ഭയങ്കര ഹൈ ആണോ തീർത്ത? അത് തുടക്കം സ്റ്റാർട്ടിങ്ങില് ഭയങ്കര ഹൈ പോകുന്നു. അതിനു വേണ്ടി മാത്രം ഫുൾ സോങ് ലോല്. സോ ആ ഒരു 5% പാട്ടിന് അല്ലെങ്കിൽ ആ ഒരു പോർഷന് മാത്രം മോള് എൻറ്റയർ സോങ്ങിന്റെ സ്കെയിൽ കുറച്ചപ്പോൾ ആ എനർജി കിട്ടിയില്ല. സോങ്ങിനൊരു എനർജി ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷെ മോള് കൊടുക്കേണ്ട ഒരു എനർജി ഉണ്ടല്ലോ, അത് മോള് ട്രൈ ചെയ്താലും കിട്ടാത്തത് സ്കെയിൽ ഇത്രയും കുറച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ മോളുടെ റൈറ്റ് ആയിട്ടുള്ള സ്കെയിൽ അല്ലായിരുന്നു. ഈക്ക് ജസ്റ്റ് ഒന്ന് പാടി നോക്കിയേ. പഞ്ചാബി ബംഗട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാമോ അജ നച്ചലേ നച്ചലേ ഛടനാ ജാവേ ഡോലാ ഛടനാ ജാവേ ഡോലാ ഛടനാ ജാവേ ഡോലാ ഡോലാ. ഇനി സീക്ക് ഒന്ന് ഇത് പാടിക്കേ. പഞ്ചാബി ബംഗട നെഞ്ചോരം കൊണ്ടുവാ. നമ്മൾ വിചാരിച്ചാൽ ഒരു ത്രോ കിട്ടാത്തത് അതിന്റെ സ്കെയിലൊക്കെ കുറെ മാറി. പിന്നെ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മോളുടെ ഈ ഒരു പാട്ട് നല്ല പാട്ടാണ്, ഗംഭീര പാട്ടാണ്. പക്ഷെ മോളുടെ ചോയ്സ് അതുപോലെ സ്കെയിൽ ഇങ്ങനെ മാറ്റിയത് എല്ലാം കുറച്ച് അഫക്റ്റ് ചെയ്തോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇന്ന്. മനസ്സിലായില്ലേ? തുടക്കം രസമായിരുന്നു, കാരണം അത് റൈറ്റ് ആയിട്ടുള്ള സ്കെയിലാണ്, ആ പോർഷൻ മാത്രം. ബാക്കി അങ്ങോട്ട് എല്ലാം ഈ ലോ പിച്ചിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കാരണം എനർജി കിട്ടേണ്ട ഒരു എനർജി കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓ ഷാബ അതൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചും കൂടി ഒന്ന് പാടിക്കാം മോളെ. ഓ ഷാബാ ഓ ഷാബാ ആരെ വിളിച്ചോലെ ഓ ഷാബാ. ആ ഒരു നമ്മൾ അവിടെയും പിച്ചിങ്ങും എനർജിയൊക്കെ കൊടുക്കണം. അവിടെ ഓഡിയൻസിനെ ഫേസ് ചെയ്യണം, ഓർക്കസ്ട്ര ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ കോറസ് സിംഗേഴ്സിനെ ഫേസ് ചെയ്യണം, ഒന്ന് മൂവ് ചെയ്യണം. അതൊക്കെ മോൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഡാൻസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ മോൾക്കും ആവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പിച്ചിങ്ങിൻ്റെ ചോയ്സ്, അതൊക്കെ കുറേ കാര്യങ്ങൾ ഇന്ന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. പെർഫോമൻസ് ഓക്കെ എന്നേ പറയാൻ പറ്റൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. ഹായ് മോളെ. ഹായ്. നല്ല രസമുള്ള ഒരു പാട്ടാണ്. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് മോളെ ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു മോക്ക് തുടക്കം മുതൽ. മോക്ക് അത് ഫീൽ ചെയ്തോ? ഫീൽ ചെയ്തല്ലേ? വെരി ഗുഡ് മക്കളെ. അതൊന്നും ആ പല്ലവിയുടെ എൻഡിലുള്ള എന്തോ ഒരു ഐറ്റം പാടിയല്ലോ, അതൊന്ന് പാടാമോ? അത് വല്ലാണ്ട് ശ്രുതിയിൽ ഒരു സുഖമില്ല. അത് മൊത്തത്തിൽ അപ്പം കേൾക്കാൻ ഒരു ഗുമ്മില്ലാണ്ടിരുന്നു. അതെന്താണ് ഐറ്റം? ആ നോട്ട്സ് ഒക്കെ അല്ലേ വരണ്ടേ? അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ?
അതാണ് എൻ്റെ കൃത്യമായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ധൈര്യമായിട്ട് പാടിയേ നോക്കട്ടെ. ആവാജിയാ മോളെ ശ്രുതി ആവാജിയാ. ഇപ്പോഴും കുറച്ച് ഷാർപ്പാണ്, നമുക്കത് മനസ്സിലാവുന്നുണ്ടോ? അത് കുഴപ്പമില്ല പോട്ടെ. ഇപ്പൊ ഒരു ആവാച്ചി ഒരു വിധം സമാധാനമായി. മോളെ അതാണ് കേട്ടോ പ്രധാനമായിട്ട് എനിക്കൊരു 3-4 ഏരിയയിൽ ശ്രുതി ചേരായിക വന്നു. അത് ഇനി മോക്കിത് ഈ റേഞ്ച് പറ്റാഞ്ഞിട്ടാണോ? അപ്പം നമുക്കൊരു ഇപ്പോൾ താഴെ പാടാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അത് ഷാർപ്പായി പോകും പാടുമ്പോൾ. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ മോക്ക് ഈ ഒരു സെലക്ട് ചെയ്ത ശ്രുതി എന്നുള്ളത് മോക്കത് ആപ്പായി തീർന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതോ ഇതിൽ ഉഗ്രമായിട്ട് പാടുമായിരുന്നു മോള്? ഇല്ല, ഇങ്ങനെ തന്നെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. എന്നാ പിന്നെ ഇത് മതി. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? അല്ല മനോഹരമായി പാടുമായിരുന്നു മോള്. എന്തൊക്കെയായാലും സിയിലേക്ക് ആക്കിയില്ലേ? അതാക്കിയിട്ട് അസാധ്യമായിട്ട് പാടുമായിരുന്നോ എപ്പോഴെങ്കിലും? ഇങ്ങനെ തന്നെയോ? ഈ ക്ലാരിറ്റി ഇല്ലാതെയോ? ശ്രുതി വിട്ടിട്ടോ? മോനെ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ശ്രുതി എപ്പോഴും ശ്രുതിയല്ലേ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പൊ അത് കൃത്യമാക്കുക, ബാക്കിയുള്ളതൊക്കെയും കൃത്യമാക്കുക. അത് മാത്രം ആയതുകൊണ്ട് കാര്യമല്ല. മോക്കപ്പം മനസ്സിലായില്ലേ നമ്മൾ കുറച്ച് ശ്രുതി ചേരായി കണ്ടെന്നുള്ളത്? അത് മനസ്സിലായാൽ മതി. പിന്നെ ഇങ്ങനെ പാടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും. പക്ഷേ നല്ല ഡാൻസും എല്ലാം കൂടെ നല്ല ഓളമായിരുന്നു കേട്ടോ. അതൊക്കെ കൊള്ളാം. പക്ഷെ പാട്ട് കുറേയും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സാർ. ഷാനിക, സാധാരണ തീർത്ഥ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് പാട്ടാണെങ്കിലും എഫേർട്ട്ലെസ് ആയിട്ട് പാടിയിട്ട് പോകുന്ന ഒരാളാണ്. ഇന്ന് തീർത്ഥ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. തീർത്ഥ ഈ ഫസ്റ്റത്തെ ഈ ഹുണതയാജ, അത് ആ ഒരു പോർഷൻ അത് കുറച്ച് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാം പിച്ചോർച്ചെന്നാണല്ലോ പറയണേ. സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എവിടെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ പാടുമ്പോ സ്ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ആണോ? ഇതിപ്പോ ലോ പാടുമ്പോഴും സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് കുഞ്ഞിനെ അറിഞ്ഞുകൂടാ എന്തോ. ഇപ്പം ആ ഫസ്റ്റ് ഹമ്മിങ് ആയിരുന്നു പ്രശ്നമെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഭാഗം മാത്രം കോറസിന് കൊടുത്തിട്ട് പിന്നെ തീർത്ഥക്ക് റബ്ബ് തൊട്ട് കയറായിരുന്നു. അങ്ങനെ സ്മാർട്ടായിട്ടൊക്കെ മാനേജ് ചെയ്യാൻ കേട്ടോ. ഇപ്പൊ ആ ഒരു ഹമ്മിങ്ങിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫുൾ സോങ്ങിന്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡ്രോപ്പായി. വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, യെസ്, അത് സമ്മതിക്കുന്നു. പക്ഷെ ഈ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഈ പാട്ട് ഭയങ്കരമായിട്ട് അതിന്റെ അങ്ങ് പോയി. ഫുൾ സെലിബ്രേഷൻ റൗണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരു സെലിബ്രേഷൻ സോങ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പോസർ ആദ്യം പിടിക്കുന്നത് അങ്ങ് ഹൈ പിച്ചായിരിക്കും. അല്ലെങ്കിൽ ലോ ഒന്ന് കയറി ഹൈയിലെത്തും. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഹൈ തൊടും. ഇത് മൊത്തം ലോ ആയതുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ മോൾക്ക് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്ത് നമ്മൾ തമ്മിൽ. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ഈ പറഞ്ഞ പോലെ ശ്രുതിയും ഈ എക്സ്ട്രീം ലോ ഒക്കെ പോകുമ്പോൾ മോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സാധാരണ ഇങ്ങനെ അല്ല പാടാറ്. പക്ഷെ ഇന്ന് എന്തോ ആ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങ് കണക്കാക്കിയാൽ മതി കേട്ടോ തീർത്ഥ. ഇത് കേട്ടിട്ട് അങ്ങ് കംപ്ലീറ്റ് ഡിസ്ഹാർട്ടൻ അല്ലെങ്കിൽ വിഷമം ആവണ്ട. സോങ് സെലക്ഷനാണ് ഇത്തവണ നമുക്ക് പ്രശ്നമായത്. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഉഗ്രം പാട്ടാണ്, ഭയങ്കര എനർജിയുള്ള പാട്ടാണ്. കുഴപ്പമില്ലാതെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. തീർത്ഥ, മാർക്സ് ചോദിക്കാം. ഷാനിക 8. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ, നീ മാർക്ക് മേടിക്കാതിരിക്കുക. 8. താങ്ക് യു ഹരിച്ചേട്ടാ. ടോട്ടൽ 16 മാർക്സ്. കുഴപ്പമില്ല, നമുക്കിനി നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.